ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു എയർപോർട്ട് പ്രൊജക്റ്റാണ്. ശബരിമല ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞ് എരുമേലിയിൽ. അതും മുൻകൈയെടുത്ത് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ലാൻഡ് കോസ്റ്റ് കൂടാതെ 2 ഫേസായിട്ട് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 3,500 crores ആകും. അതുപോലെ ഇവിടെ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് KSIDCയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തൽക്കാലം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനും ഇൻവോൾവാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കൺസൾട്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു, ലൂയിസ് ബർജറാണ് ഇതിൻ്റെ ഇനീഷ്യൽ കൺസൾട്ടൻറ്റ്. ഈ PPP എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഈ പ്രൊജക്റ്റോ കൊച്ചി എയർപോർട്ടോ കണ്ണൂർ എയർപോർട്ടോ ഒന്നും PPP അല്ല. An airport is always a monopoly. An airport, unlike an airline, can always be profitable. Maybe in the first few years it may not be profitable. ഇന്ന് നമുക്ക് റൈറ്റ് ആംഗിൾ ഇൻ്റർവ്യൂവിലുള്ളത് തുളസിദാസ്. ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ ഡോയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്രമാത്രം വാരിഡ് എക്സ്പീരിയൻസ്, റൈറ്റ് ഫ്രം എയർലൈൻസ്, ഹെഡിങ് ദ എയർലൈൻസ് ആൻഡ് ഹെഡിങ് ദ എയർപോർട്ട്സ് ആൻഡ് പ്രോജക്റ്റ് ഹാൻഡ്ലിങ്, അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടില്ല, ഏറ്റവും വാരിഡ് എക്സ്പീരിയൻസ്. ഡിഫൻസിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് പൊസിഷന് ശേഷം ഡിഫൻസിലും വർക്ക് ചെയ്തു. അതിനുശേഷം വന്നിട്ടുള്ളത് എയർ ഇന്ത്യയുടെ CMD ആയിട്ട്, ചെയർമാൻ കം മാനേജിങ് ഡയറക്ടറായിട്ട് വന്നു. അതിനുശേഷം കണ്ണൂർ എയർപോർട്ടിൻ്റെ ഫൗണ്ടിങ്ങിൽ തൊട്ട് തന്നെ MD ആയിട്ട് പ്രവർത്തിച്ചു കുറേ വർഷം, അണ്ടിൽ റീസെൻ്റ്ലി വരെ അതിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ഇരിക്കുന്ന ശബരിമല എയർപോർട്ട് പ്രോജക്റ്റിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട്. അതുമാത്രമല്ല ഇതിന് പുറമെ പല ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ ബോർഡിലും, ഒമാൻ എയറിൻ്റെ, എയർ മൊറീഷ്യസിൻ്റെ, അങ്ങനെയുള്ളതായിട്ടുള്ള എയർലൈൻസിൻ്റെ ബോർഡിലും വന്നായിട്ടുള്ള തുളസിദാസ്. ഈ 2 എക്സ്പീരിയൻസ് തമ്മിൽ ഗവൺമെൻറ്റൽ എക്സ്പീരിയൻസ്, ഗവൺമെൻറ്റിൻ്റെ ടോപ്പ് പൊസിഷൻ, IAS പൊസിഷനിൽ ഇരുന്നല്ല, പല IAS നമ്മുടെ ഇൻ്റർവ്യൂവിൽ വന്നു പോയിട്ടുണ്ട് റൈറ്റ് ആംഗിളിൽ. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ഗവൺമെൻറ്റൽ എക്സ്പീരിയൻസും ഈ പ്രോജക്റ്റ് ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ്, ഇപ്പോൾ പുതിയത് മാത്രം ശേഷം ഇത് മുഴുവനും ഓൾമോസ്റ്റ് പ്രോജക്റ്റ് ഹാൻഡ്ലിംഗ് മാറി, ഈവൻ ഇൻക്ലൂഡിങ് ദ പൊസിഷൻ വിത്ത് എയർ ഇന്ത്യ ഒരു പ്രോജക്റ്റ് ഹാൻഡ്ലിങ്ങിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റുള്ളതായിരുന്നു. എന്ത് ഡിഫറൻസാണ് കണ്ടിരുന്നത്? ഒരു ഇവല്യൂഷൻ ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഡിഫറൻസ് എന്തായിരുന്നു? ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഗവൺമെൻറ്റിലെ ജോലി എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണേലും സെൻട്രൽ ഗവൺമെൻറ്റിലാണേലും ഒരു സ്ട്രക്ചറുണ്ട്. നമ്മൾ അതിനകത്ത് നിന്ന് ചെയ്യേണ്ടത് ചെയ്താൽ മാത്രം മതി. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഡയറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത പ്രൊജക്റ്റാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പുതിയ എയർലൈൻ ഉണ്ടാക്കിയത്. ഞാനന്ന് എയർ ഇന്ത്യയുടെ CMD ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പ്രധാനമായിട്ട് കേരളത്തിൽ നിന്ന് ഗൾഫിൽ പോകുന്ന യാത്രക്കാർക്ക് ഒരു അഫോർഡബിളായിട്ടുള്ള ഒരു എയർലൈൻ വേണം എന്നൊരു ഡിമാൻഡ് ഉള്ളതിന് വേണ്ടിയിട്ടാണ് നോക്കിയത്. അവിടെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് വെറും ഒരു പ്രൊജക്റ്റ് എന്ന് പറയും അല്ല. കാരണം അതിനകത്ത് കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഓഫ് കോഴ്സ് ഉണ്ട്, ഏവിയേഷൻ റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ മിനിസ്ട്രിയിലോ വർക്ക് ചെയ്യുന്ന മാതിരിയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു മേജർ പ്രൊജക്റ്റ് എന്ന് പറയാവുന്നത്, എയർ ഇന്ത്യ എക്സ്പ്രസ്. അത് ഫോർ എക്സാമ്പിൾ അതിന് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബോംബെയിൽ. അങ്ങനെ ഒരു എയർലൈൻ വരുന്നത് അവിടുത്തെ പല റീജിയണൽ ഇൻട്രസ്റ്റിനും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് നോ ഫ്രിൽസ് എയർലൈൻ, അതായിരുന്നു അല്ലാന്ന് തോന്നില്ല. അതിന് മുമ്പ് ഫസ്റ്റ് നോ ഫ്രിൽസ് ഇൻ്റർനാഷണൽ എയർലൈൻ. ഇൻ്റർനാഷണൽ ഇതായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു, നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ആയിരുന്നു. ഇന്ത്യയിലുണ്ടായിരുന്ന എയർ ഡെക്കൺ ആയിരുന്നു ആദ്യത്തെ. ഈസ്റ്റ് വെസ്റ്റ് ഒന്നും അന്ന് നോ ഫ്രിൽസ് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ലായിരുന്നു. അതൊക്കെ എയർ ടാക്സീസ് എന്ന് പറഞ്ഞ് തുടങ്ങി. മോദി, ലുഫ്ത്, ഈസ്റ്റ് വെസ്റ്റ്, അങ്ങനെ കുറേ, ദമാനിയ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എയർ ടാക്സീസ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ ലോ കോസ്റ്റ് എയർലൈൻ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആദ്യം തുടങ്ങിയത് എയർ ഡെക്കണ്ണാണ്. അത് ഡൊമസ്റ്റിക് ആയിരുന്നു. അതുപോലെ വേറെ പലതും, എയർ സഹാറ ഉണ്ടായിരുന്നു, വേറെ പലതും. പക്ഷേ ഇൻ്റർനാഷണലായിട്ട് തുടങ്ങിയ ആദ്യത്തെ ലോ കോസ്റ്റ് എയർലൈൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഇതിന് അങ്ങനെ പൊളിറ്റിക്കൽ ഒരു ഇതുണ്ടായിരുന്നു. ഇന്ത്യക്ക് പുറമെ അങ്ങനത്തെ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഉണ്ടായിരുന്നു, നോ ഫ്രിൽസ് ഉണ്ടുണ്ട്. ലോ കോസ്റ്റ് എയർലൈൻ ലുഫ്താൻസയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ? പല രാജ്യങ്ങളിലും ലോ കോസ്റ്റ് എയർലൈൻസ് ഇൻ്റർനാഷണലായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതാദ്യമായിട്ടായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡിൽ ചെയ്ത പ്രൊജക്റ്റായിരുന്നു കണ്ണൂർ എയർപോർട്ട്. ആദ്യം മുതൽ ഞാൻ അവിടെയും സ്പെഷ്യൽ ഓഫീസറായിട്ടാണ് തുടങ്ങിയത്. ലാൻഡ് അക്വിസിഷൻ തൊട്ട് പ്രൊജക്റ്റിൻ്റെ പ്ലാനിങ്, ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ അതെല്ലാം നടത്തി. ഞാനതിനെ കുറച്ച് വർഷങ്ങൾ MD ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു എയർപോർട്ട് പ്രൊജക്റ്റാണ്, ശബരിമല ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞ് എരുമേലിയിൽ. അതും മുൻകൈയെടുത്ത് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്, കേരള ഗവൺമെൻറ്റാണ്. നമുക്ക് വിൽ സ്റ്റാർട്ട് ഫ്രം ദ റിസൾട്ട്. ശബരിമലയുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ?
എവിടം വരെ കഴിഞ്ഞു? അത് KSIDC റോൾ എന്താണ്? അവരാണ് അതിൻ്റെ സ്റ്റഡീസൊക്കെ നടത്തണമെന്നുണ്ട് അല്ലേ? നമ്മൾ ഗവൺമെൻറ് ഇങ്ങനത്തെ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയെ, പബ്ലിക് സെക്ടർ കമ്പനിയെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കും. കണ്ണൂർ കിൻഫ്ര ആയിരുന്നു നോഡൽ ഏജൻസി എന്ന് പറഞ്ഞിട്ട്. ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നില്ല, കിൻഫ്രയുടെ റെസ്പോൺസിബിലിറ്റി കണ്ണൂർ. അതുപോലെ ഇവിടെ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് KSIDCയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തൽക്കാലം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനും ഇൻവോൾവാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കൺസൾട്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു ഇതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്. അത് KSIDC ആണ്. ആരാണ് കൺസൾട്ടൻറ്റ്? ലൂയിസ് ബർജറാണ് ഇതിൻ്റെ ഇനീഷ്യൽ കൺസൾട്ടൻറ്റ്. ഫ്രം ഔട്ട്സൈഡ്, ഫ്രം എബ്രോഡ്. ലൂയിസ് ബർജർ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ ഓപ്പറേഷൻ, പക്ഷേ ഒരു മൾട്ടിനാഷണൽ കൺസൾട്ടൻസി ഫേമാണ്. അവരെയാണ് സെലക്ട് ചെയ്തിരുന്നത് ഒരു ഓപ്പൺ ടെൻഡറിൽ കൂടെ. അവരാണ് ടെക്നോ ഇക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി. അവരാണ് ഇപ്പോൾ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അപ്രൂവ് ചെയ്ത് കിട്ടി. ഇനി അതനുസരിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കണം. ഇനിയും അടുത്തതായിട്ട് ഇപ്പോൾ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. അതിൻ്റെ കൺസ്ട്രക്ഷനും ഫൈനാൻസിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണത്. പ്ലസ് ഗവൺമെൻറ്റിനും കൊടുക്കേണ്ടതാണ്, സെൻട്രൽ ഗവൺമെൻറ്റിലും കൊടുക്കേണ്ടതാണ്. അതിനവർ വേറൊരു കൺസൾട്ടൻറ്റിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക, KSIDC തന്നെ. ഇതൊക്കെയാണ് KSIDC അവിടെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഈ ആക്ച്വൽ അപ്രൂവൽസ് എല്ലാം കഴിഞ്ഞ്, എൻവയറമെൻറ്റ് ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ്, ലാൻഡ് അക്വിസിഷനും കഴിഞ്ഞ്, ആ സമയത്താണ് കൺസ്ട്രക്ഷൻ തുടങ്ങേണ്ടത്. അപ്പോഴായിരിക്കും കമ്പനി ഫോം ചെയ്യുന്നത്. നമ്മൾ കമ്പനി ഫോം ചെയ്യാനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? PPP ആയിട്ടാണോ കമ്പനി വരണത്? ഈ PPP എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം PPPക്ക് ഒരു ഡെഫിനിഷനുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ. അതനുസരിച്ച് ഈ പ്രൊജക്റ്റോ കൊച്ചി എയർപോർട്ടോ കണ്ണൂർ എയർപോർട്ടോ ഒന്നും PPP അല്ല. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഉണ്ടാവും, സാധാരണ പ്രൈവറ്റ് ആൾക്കാരുടെ ഷെയർ, ഇൻഡിവിജ്വൽസിൻ്റെയും കമ്പനീസിൻ്റെയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടത് PPP ആകത്തില്ല. പിന്നെ എന്താണ് കാർഡിനൽ ഡിഫറൻസ്? ഒരു സാധാരണ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ല. PPP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനേഷൻ? PPP എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് PPP ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. അതിൽ പറയുന്നത് നമുക്കൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പബ്ലിക് യൂട്ടിലിറ്റി അല്ലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോമ്പറ്റീറ്റീവ് ടെൻഡർ വിളിച്ച് ഒരു ഏജൻസിയെ സെലക്ട് ചെയ്യണം. ആ ഏജൻസി ആയിരിക്കും ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് പണ്ട് ഡൽഹി, ബോംബെ എയർപോർട്ടുകൾ, അത് കഴിഞ്ഞ് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഇതൊക്കെ പ്രൈവറ്റൈസ് ചെയ്തല്ലോ. അപ്പോൾ അവിടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണറെ അവർ സെലക്ട് ചെയ്തു, ഒരു കോമ്പറ്റീറ്റീവ് ബിഡിങ് പ്രോസസ്സിൽ കൂടെ. പിന്നെ ആ ജോയിൻറ്റ് വെഞ്ചർ പാർട്ട്ണറാണ് ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിന് പകരം ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഗവൺമെൻറ് ഒരു ടെൻഡർ വിളിച്ച് ഒരു ഏജൻസിയെ സെലക്ട് ചെയ്തിട്ട് പറയും നിങ്ങളിത് കൺസ്ട്രക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിത് നടത്തും എന്ന് പറഞ്ഞിട്ട് പറയാം നിങ്ങൾക്കിത് കിട്ടും, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് റിവാർഡ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാക്കി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്താൽ ദാറ്റ് ഈസ് PPP. PPP എന്ന് പറയുന്നത് PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പറയാണ്ട് വേണ്ട. ഓക്കെ, ഇവിടെ ഇതിലും എനിക്ക് തോന്നുന്നത് കണ്ണൂർ മോഡൽ അല്ലെങ്കിൽ സിയാൽ മോഡൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് മോഡൽ മൈനോറിറ്റി സ്റ്റേക്ക് തന്നെ എടുക്കുകയായിരിക്കാമല്ലേ കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എങ്ങനെയാണ്? മൈനോറിറ്റി സ്റ്റേക്ക് ഈ കൊച്ചി എയർപോർട്ടിൻ്റെയോ കണ്ണൂർ എയർപോർട്ടിൻ്റെ മോഡലായിരിക്കും. എനിക്കതിൻ്റെ കാരണം അറിയാം, എനിക്കതിൻ്റെ കാരണം അറിയാം. എന്താണ് എന്തായിരിക്കാന്നുള്ളത്? ഓഡിറ്റ് ആയിരിക്കും അതിൻ്റെ ഇഷ്യൂ? ഇല്ല, അല്ല, അതൊന്നുമല്ല. അല്ല, ഇപ്പം നമുക്ക് ഈ എയർപോർട്ട് നടത്തണമെങ്കിൽ, ഏത് എയർപോർട്ട് കേരളത്തിൽ നടത്തണമെങ്കിൽ, എവിടെ നടത്തണമെങ്കിലും 2-3 മോഡൽസ് നമുക്ക് ഫോളോ ചെയ്യാം. അതിലൊന്ന് ഇതാണ്, കേരള ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നു. കേരള ഗവൺമെൻറ്റിന് ഇതിൽ ഒരു സ്റ്റേക്ക് ഉണ്ടാവും. സാധാരണഗതി പറയുന്ന മിനിമം 26% ഇക്വിറ്റി സ്റ്റേക്ക് വേണം. ബാക്കിയുള്ളത് ആർക്ക് വേണേലും ആകാം. അത് ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ് കൊച്ചിയിലും കണ്ണൂരും ഉള്ളത്. അതിൽ വലിയ വലിയ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, വളരെ ചെറിയ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇവിടുത്തെ മോഡൽ. പക്ഷേ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ അത് ചോദിക്കുക, ചെറിയ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ. കാരണം ഇപ്പോൾ സിയാലിൻ്റെ കാര്യം വരികയാണ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കാര്യം വരികയാണെങ്കിലും ഡീൽസൊക്കെ നടക്കേണ്ട ഔട്ട്സൈഡ് ദ മാർക്കറ്റ് ഏരിയ. ഷെയർ ഹോൾഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ ആൾ ചെറുതാവുണ്ട്, സെക്കൻഡ് ലാർജസ്റ്റ് ഷെയർ കൊച്ചിയുടെ കാര്യം ഞാൻ പറയുന്നത്. ചെറിയ ഷെയർ ഹോൾഡേഴ്സ് വെറുതെ ഓൺ ലുക്കേഴ്സ്, അവർക്ക് അറിഞ്ഞൂടെ ആരൊക്കെ എന്ത് പ്രൈസിന് കൊടുക്കണം, എന്ത് പ്രൈസിന് എനിക്ക് കൊടുക്കാം. അവരുടെ അടുത്തേക്കും ബ്രോക്കേഴ്സ് വരുന്നുണ്ട്, അവരും ഡ്യൂപ്ഡ് ആവുന്നുണ്ട്. ചിലവരെ ഇന്ന് 150 മേടിക്കുന്നു, ചിലവർ 200 മേടിക്കും, ബൾക്കായിട്ട് നടക്കുന്നത്.
അതൊരു ലിസ്റ്റിംഗ് എനിക്ക് അറിഞ്ഞൂടാ എന്താണ് എന്തുകൊണ്ട് അത് ലിസ്റ്റ് ചെയ്യുന്നില്ല ആ കമ്പനി. ആ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വാട്ട് ഈസ് പ്രിവെൻറ്റിംഗ് ദ ഗവൺമെൻറ് ഫ്രം ലിസ്റ്റിംഗ്? ഞാനതൊരു വേറെ ടോട്ടലി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സാധാരണ പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റിങ്ങിന് പോകാറില്ല. കുറേ സിയാൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി, ഇനി വേണേൽ ലിസ്റ്റിങ്ങിന് പോകാം. പക്ഷേ പുതിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ കമ്പനികൾ സിയാലിൻ്റെ ഒരു യുവർ ഒപ്പീനിയൻ അല്ലല്ല, അതിപ്പം സിയാലാണ് തീരുമാനിക്കേണ്ടത്. സിയാലിൻ്റെ മാതിരി ഞാൻ പറയുന്നത്, നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകില്ല. കാരണം നമുക്ക് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്ന് മാത്രമല്ല 3 years പ്രോഫിറ്റ് റെക്കോർഡും വേണം. ഇതൊക്കെ വേണം. അതല്ല, അതിന് മുമ്പ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ആദ്യം നമ്മൾ ലിസ്റ്റഡായിട്ട് തുടങ്ങാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തുടങ്ങണോ വേണ്ട എന്നുള്ളത് ആ കമ്പനി, അതിൻ്റെ ഡയറക്ടർ ബോർഡ്, അതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലെ ഷെയർ ഹോൾഡേഴ്സാണ് തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ അവരെന്താണ്. ഓക്കെ, വിൽ കം ബാക്ക് ടു ശബരിമല. ശബരിമല ഇപ്പോൾ എത്രയായിരിക്കും എൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ്? ഏതാണ്ട് രൂപ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഏതാണ്ട് ഇപ്പോൾ ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ലാൻഡ് കോസ്റ്റ് കൂടാതെ 2 ഫേസായിട്ട് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 3,500 crores ആകും എൻ്റെ കോസ്റ്റ് വരാം. ലാൻഡ് കോസ്റ്റും കൂടി കൂട്ടുമ്പോൾ ലാൻഡ് കോസ്റ്റ് എന്തുകൊണ്ട് കൂട്ടാത്തത്? അല്ല, ലാൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ റൂട്ടിൽ കൂടെയാണല്ലോ ഗവൺമെൻറ് ലാൻഡ് കോസ്റ്റ് ഇൻകർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ കേരളത്തിൽ നമുക്കറിയാമല്ലോ ലാൻഡിൻ്റെ വില എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. കാരണം അത് തീരുമാനിക്കേണ്ടത് കളക്ടറാണ്. ലാൻഡ് അക്വിസിഷൻ ചെയ്യുന്ന കളക്ടറാണ്. ഡിലേയുടെ പുറത്ത് അതിന് എന്നാലും ഒരു 4,500 എത്താം അങ്ങനെ വരുമ്പോൾ. ഇപ്പോൾ കേരളത്തിൽ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. അപ്പോൾ ഫെയർ വാല്യൂ ഏതായാലും ഉണ്ടായിരിക്കണം. ഫെയർ വാല്യൂവിനേക്കാൾ കൂടുതലാകാം. മിനിമം അത്രയും വേണ്ടി വരും. അത് വെച്ചിട്ട് ആണ് ലാൻഡ് കോസ്റ്റ് തീരുമാനിക്കുന്നത്. നമുക്കൊരു 3-4 years വരുമല്ലോ എന്തായാലും ഇതിൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് പോരാ അല്ലേ? ലാൻഡ് അക്വിസിഷനും കൺസ്ട്രക്ഷനും. അതിപ്പോൾ ഇങ്ങനെ പറയാം, ലാൻഡ് അക്വിസിഷന് സമയത്തിൽ എടുക്കുന്നുള്ളത് എനിക്കിപ്പോൾ ഉടനെ പറയാൻ പറ്റുകയില്ല. പക്ഷേ പ്രൊജക്റ്റിന് കണ്ണൂർ എയർപോർട്ടിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, 3 to 4 years അത്ര മതി. ലാൻഡ് അക്വിസിഷൻ ഇസ് ഓൾമോസ്റ്റ് ഓവർ അല്ലേ ഇപ്പോൾ? ഇല്ല. ലാൻഡ് അക്വിസിഷൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനും ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മൈനോറിറ്റി സ്റ്റേക്ക് ഗവൺമെൻറ് എടുത്താലും ലോൺസ് ഒക്കെ വേണ്ടി വരും അല്ലേ? ഇപ്പോൾ ഗവൺമെൻറ്റിന് ലോൺ നോർമലി വേണ്ടി വരും. പക്ഷേ അല്ലാതെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യേണ്ടി അത് എത്രയാവാൻ ചാൻസ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ പറയാറായിട്ടില്ല. അതിപ്പോൾ നമ്മൾ എങ്ങനെ വേണോ വെക്കാമല്ലോ. നമ്മളൊരു കമ്പനി അൺലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ വി കനോട്ട് ക്യാൻവാസ് കമ്പനീസ് ആക്ടിൻ്റെ അല്ലെങ്കിൽ സെബിയുടെയും മറ്റും റൂൾ അനുസരിച്ച് വി കനോട്ട് ഗോ ആൻഡ് പബ്ലിസൈസ് ഓർ അഡ്വർടൈസ് ഓർ ക്യാമ്പയിൻ ഫോർ. ഇപ്പോൾ ഷെയർ ഇൻഡിവിജ്വൽസിന് കൊടുക്കും ഇല്ലേ? എന്തായാലും ഇതിൽ അവർക്ക് എത്ര വെക്കുന്നത് ഏതാണ്ട് പറയുമ്പോൾ ചെറിയ രൂപ ഉണ്ടായിരിക്കില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ അഗെയിൻ കണ്ണൂർ എയർപോർട്ടിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, 500 ഷെയർ ആയിരുന്നു മിനിമമായിട്ട് വെച്ചിട്ട്. മിനിമം ലോട്ട് 500 ഷെയർ ഒരാൾ. പക്ഷേ അതേ സമയത്ത് 500 ഷെയറിന് അന്ന് ഇറ്റ് വാസ് കമ്മിങ് ടു 50,000 rupees. പക്ഷേ അതേ സമയത്ത് വളരെ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്. നമുക്ക് രണ്ടും വേണം. കാരണം നമുക്ക് ഈ പ്രൊജക്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യു നീഡ് ദാറ്റ് മണി. അത് ഗവൺമെൻറ് തരികയില്ല. ഗവൺമെൻറ് തരാൻ പോകുന്ന സാധാരണഗതി ലാൻഡ് ഗവൺമെൻറ് തരും. അതായിരിക്കും അവരുടെ ഇക്വിറ്റി സ്റ്റേക്ക്. ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി അതായിരിക്കും. അത് മാത്രം ഉണ്ടാവും. അതെ, അതിൻ്റെ മതിയല്ലോ. അത് തന്നെ ഉണ്ടായിരിക്കുമല്ലോ. പോരാ, കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ കാര്യം അല്ല അവരുടെ ഇക്വിറ്റിക്ക് അത് മതിയാവും ഇല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റിക്ക് ലാൻഡ് മതിയാവും. കാരണം കൊച്ചിയിലായാലും കണ്ണൂരായാലും ഗവൺമെൻറ്റിൻ്റെ റൂൾ ഇതായിരുന്നു, മിനിമം 26% ഇക്വിറ്റി ഗവൺമെൻറ്റിൻ്റെതായിരിക്കും. കണ്ണൂർ ഇപ്പോൾ 39% ഉണ്ട്. അതിപ്പോഴത്തേതാണ്. അത് കുറയോ കൂടുകയോ ചെയ്യാം. ബട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്നത് 26%, മിനിമം 26%. അല്ലത് എയർപോർട്ട് പ്രോജക്ട്സിന് അങ്ങനെ വേണമെന്നുണ്ട്. അതില്ല, നിങ്ങളുടെ ആർട്ടിക്കിൾസ് അസോസിയേഷൻ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞു മാത്രം. ഇപ്പോൾ തന്നെ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എയർപോർട്ടുകൾ, പ്രൈവറ്റൈസ്ഡ് എയർപോർട്ട്സ്, അവിടെ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ് അവർക്ക് 26%. ഇതിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പുറമെ ഗവൺമെൻറ് എൻറ്റിറ്റീസും വരാൻ ചാൻസ് ഉണ്ടല്ലോ? ലൈക്ക് കണ്ണൂരിൽ അല്ലേ? അതേമാതിരി വരാം. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ ഉണ്ട്. പബ്ലിക് സെക്ടർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കണ്ണൂർ BPCL ഉണ്ട്. BPCL ഉണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ രണ്ടുപേരുള്ളതാണ്. അല്ലല്ല, വേറെയുണ്ട്. ചെറിയ അല്ലല്ല, ഗവൺമെൻറ് ഏജൻസീസ് അവർ മാത്രം. ഗവൺമെൻറ് പബ്ലിക് സെക്ടർ. ഇപ്പോൾ നമ്മളിത് ഫിഫ്ത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടായത് നമ്മുടെ ഇന്റർനാഷണൽ. അതെ, ഇതിൻ്റെ ഒരു വേറെ റൂളിനെ പറ്റി പറഞ്ഞു. 150 kilometers ഡിസ്റ്റൻസ് റേഡിയസ് ഉണ്ടാവണം എന്നുള്ളൊരു റൂൾ ഉണ്ടോ? അങ്ങനെ ചിലവർ പറഞ്ഞില്ല എന്ന് പറയുന്നത്. റൂളല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോംസ് ഉണ്ട്.
മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 150 കിലോമീറ്ററിനകത്ത് എന്ത് ഡിസ്റ്റൻസ്? ക്രോ ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് ആണ്. അത് ഏരിയൽ ഡിസ്റ്റൻസ്. ഏരിയൽ ഡിസ്റ്റൻസ് ആസ് എ ക്രോ ഫ്ലൈസ്, ഓക്കെ, ആസ് എ പ്ലെയിൻ ഫ്ലൈ. അതെ അതെ, അത് ആണ് നോർമൽ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. ബട്ട് ദാറ്റ് ക്യാൻ വേരി. അതിവിടെ എല്ലായിടത്തും വയലേറ്റഡ് ആവില്ല മിക്കതും. അല്ല, കണ്ണൂർ ഫോർ എക്സാമ്പിൾ ഈസ് വിത്തിൻ 150. വിത്തിൻ 150. അപ്പോൾ വയലേഷൻ അല്ല, ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ്. ഓക്കെ, അല്ല ഞാൻ 150 ബ്രേക്ക് ചെയ്തു നമ്മൾ അല്ലേ? അത് കുഴപ്പമില്ല. സെൻട്രൽ ഗവൺമെൻറ് ഹാസ് പെർമിറ്റഡ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ സെക്കൻഡ് എയർപോർട്ട് വരികയാണ്. ഇറ്റ് ഈസ് ഓൺലി എ ഫ്യൂ കിലോമീറ്റേഴ്സ് ഫ്രം ദി എക്സിസ്റ്റിംഗ്. ഇതിൻ്റെ ബേസിക് ഇഷ്യൂ ഫീസിബിലിറ്റി ആയിരിക്കും, വയബിലിറ്റി ആയിരിക്കും. ഡു യു നീഡ് എൻ എയർപോർട്ട് ദെയർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് വിത്തിൻ 150 കിലോമീറ്റർ? അതാണ് ഗവൺമെൻറ് നോക്കുന്നത്. അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. യു ഹാവ് ഇനഫ് പാസഞ്ചേഴ്സ് ആൻഡ് ദി എക്സിസ്റ്റിംഗ് എയർപോർട്ട് കാൺ മീറ്റ് ദാറ്റ് ഡിമാൻഡ്, ദെൻ യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഹാവ് അനദർ എയർപോർട്ട് ദെയർ. ഇതിപ്പോൾ കൊച്ചിയിൽ നിന്ന് എത്ര ഉണ്ടായിരിക്കും ഏരിയൽ ഡിസ്റ്റൻസ്? കൊച്ചിയിൽ നിന്ന് അബൌട്ട് 100. ഇത് എന്നൊക്കെ ബ്രേക്ക് ഈവൻ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്? ഏതാണ്ട് ഡി പി ആർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പറയേണ്ട കാര്യം. ഡി പി ആർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആണ് അത് വരുന്നത്. ബട്ട് ഓൺ ദ ഹോൾ സി, an airport is always a monopoly. An airport, unlike an airline, can always be profitable. Maybe in the first few years it may not be profitable. ഇത് എയർപോർട്ടാണ്, അതെ, പ്രോഫിറ്റബിൾ. So an airport can ultimately be profitable because after how many years? Well, it depends on the passenger traffic from there, number of airlines operating from there, whether it is international or domestic, and it depends on all that. നമുക്ക് എല്ലാം ഇന്റർനാഷണൽ ആണല്ലോ കേരളത്തിൽ അല്ലേ? കേരളത്തിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മാത്രമേ സ്കോപ്പുള്ളൂ. കാരണം നമുക്കിവിടുത്തെ പാസഞ്ചർ പ്രൊഫൈൽ നോക്കിയാൽ ലാർജ് നമ്പർ ഓഫ് NRIs ആർ ഹിയർ, നോട്ട് ഓൺലി ടു ദ ഗൾഫ് ബട്ട് ടു യൂറോപ്പ് ആൻഡ് അമേരിക്ക. ഫോർ എക്സാമ്പിൾ ശബരിമല എയർപോർട്ടിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ പത്തനംതിട്ട, കോട്ടയം ഡിസ്ട്രിക്ട്സ് ആണ്. അവിടെ there are large number of NRIs who are not necessarily from the Gulf. They are in Europe, North America and even in Far East. ശബരിമല എന്നുള്ള പിൽഗ്രിമേജിൻ്റെ വെച്ചിട്ട് മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അല്ലല്ല, Sabarimala pilgrimage is one, NRI traffic is the second, and this is one of the most important tourist centers in Kerala. High ranges, even കോട്ടയത്തെ കൂടി കണ്ടിട്ടുണ്ടല്ലേ? ശബരിമല മാത്രമല്ല ഇതിൻ്റെ ഫാക്ടർ അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ ശബരിമല, പിൽഗ്രിംസ്, NRIs, ഹൈ റേഞ്ച് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ ഇതിന് ചുറ്റുമാണ്. ഹൈ റേഞ്ചസ് പ്ലസ് ഈവൻ കോട്ടയം, because this is within Kottayam district. ശബരിമല എയർപോർട്ട് എരുമേലി ഈസ് വിത്തിൻ കോട്ടയം ഡിസ്ട്രിക്ട്. കുമരകം തൊട്ടെടുക്കാം. അതുപോലെ പല സ്ഥലങ്ങളും ഉണ്ട്. നമുക്ക് എത്ര ലാൻഡ് വേണ്ടി വരുന്നത്? അതും പ്രോജക്റ്റിൽ വരില്ല, DPR-ൽ 2570 acres. മറ്റുള്ള ഇപ്പോൾ കണ്ണൂരൊക്കെ എത്രയായിരുന്നു? കണ്ണൂർ ഈസ് ടോട്ടൽ ഈസ് 2000 പ്ലസ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. ഇതായിരിക്കും ദിസ് വിൽ ബി ദ ലാർജസ്റ്റ് ഈവൻ ഇൻ ടേംസ് ഓഫ് റൺവേ ലെങ്ത്. റൺവേ എത്ര കിലോമീറ്റർ? We will be having 3,500 meter. അത് കണ്ണൂർ അത്രയില്ല. Kannur is right now 3,050, but they have acquired land or they are acquiring land for ultimately 4,000. 4,000. ഇപ്പോൾ കാലിക്കറ്റ് വളരെ കുറവ്. Calicut is right now I think 2,700 something. റിസ്കി. Well, I won't say risky. ടേബിൾ ടോപ്പ് അല്ലേ? ടേബിൾ ടോപ്പ് ആയതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. There is absolutely nothing wrong in having a tabletop airport. No. Yeah. You need adequate runway length to land in all kinds of weather. Okay. 2000 ആയാലും കുഴപ്പമില്ല. Well, that kind of aircraft will land there. Okay. ഇപ്പോൾ ഉള്ളതിൽ തിരുവനന്തപുരം ആൻഡ് കൊച്ചി is about 3,400 meters each. Sabarimala will be 3,500 meters. Okay. Kannur is 3,050. അതുകൊണ്ട് ഈ എയർപോർട്ടുകളിൽ എനി എയർക്രാഫ്റ്റ് ഇൻ എനി വെതർ ക്യാൻ ഓപ്പറേറ്റ്. ഓക്കെ. ആൻഡ് ഇവിടെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും 777s, ബോയിങ് 777s ലാൻഡ് ചെയ്യുന്നുണ്ട്. കണ്ണൂർ A380 ലാൻഡ് ചെയ്യുന്നുണ്ട്. A380 ലാൻഡ് ചെയ്യുന്നുണ്ട്. 380 doesn't land, but 380 doesn't need more runway length. Okay, just like 777. Absolutely. Boeing's 777. Yeah. And Air 380 lands in India only in Bombay and Delhi. Okay, അവിടെ മാത്രം. And in any case, it is an aircraft that is on its way out. Okay. Oh, Emirates is built up of A380. Well, they bought the largest number of 380 in almost the world. Half the orders are from Emirates.
Yeah, that's എനിക്ക് true. തോന്നുന്നത് ഏതാണ്ട്. At that point, they all considered that this will be the best. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് 4-5 years ബാക്ക് എമിറേറ്റ്സ് ഉണ്ടാക്കിയുള്ള നഷ്ടം ഹ്യൂജ് ലോസായി. ബീയിങ് ദ മോസ്റ്റ് എലിജിബിൾ ഗൈ ഇൻ ഇന്ത്യ, ഞാൻ ചോദിക്കുന്നത് എയർ ഇന്ത്യ സെയിൽ ടു ടാറ്റ ഗ്രൂപ്പ്, അത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏവിയേഷൻ ഇൻഡസ്ട്രി? Well, that is the best You are the thing. only person. That is the best thing that could have happened to Air India. And it 1, has 2, happened. 3, what are the actual benefits Well, one for the industry? yeah, Tata Group. Equally the result വന്ന് കണ്ട് 11,000 crores in a loss. Tata. That doesn't matter. Okay. It doesn't mean that the moment the Tatas take over, അല്ലേ one off expenses കണ്ടതാണ്. it's not going to make it profitable. It's an airline that has incurred losses, and if any group can turn it around and make it ultimately profitable and good for passengers, it is the Tata Group. So I think, as I said, it is the best thing that could have happened to Air India. Now they have placed perhaps the largest number of aircraft orders. Actually, it is even more than Indigo, because Indigo has placed orders for mostly narrow-body aircraft, whereas Air India, These are larger ones. Air India has both. Air India has placed order for quite a number of wide-body aircraft plus narrow-body aircraft also. Okay. So in terms of value, I think Air India order is actually more, and the group which will run this, I think their business principles and these things we know very well about the Tata Group. Goodwill. Not only goodwill, their approach to business is quite good, positive, and I think, well, they started aviation in the country. Of course. They pioneered. And they were always interested in running an airline. For example, a few decades back, they wanted at that time to form an airline along with Singapore Airlines. Yeah, and run an airline in India. They were prepared to take Air India if available. Otherwise, they were prepared to run their own airline, which was finally not allowed. എന്തായാലും 360-degree complete ചെയ്തില്ല Air India. Sorry, this Air India thing. It has gone from Tata's and came back to Tata's. Absolutely. Okay. It was Tata Airline, Yeah. and it has now become a Tata Airline. പക്ഷേ ഇതിൻ്റെ നമ്മുടെ എയർലൈൻസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയല്ല എയർപോർട്ട്സ് ആർ ഓഫ് പ്രോഫിറ്റബിൾ. ഓൾമോസ്റ്റ് ഓൾ ദ എയർലൈൻസ് കൊളാപ്സ്ഡ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ദമാനിയ, ഈസ്റ്റ് വെസ്റ്റ്, പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം മിക്ക അല്ലെങ്കിൽ ബോട്ട് ഔട്ട് ബൈ സംബഡി എൽസ്. നോ വൺ വാസ് ഏബിൾ ടു റൺ ദ തിങ് ദ പ്രോഫിറ്റബിൾ വേ. എന്തായിരിക്കും എയർലൈൻ ഇൻഡസ്ട്രിക്ക് ഞാൻ നോക്കിയപ്പോൾ, ഞാൻ പണ്ട് നോക്കുന്ന സമയത്ത് ഗൾഫിലുള്ള സമയത്ത് നോക്കിയപ്പോൾ അവിടെയുള്ള എത്തിഹാദ് എയർലൈൻസ്, എമിറേറ്റ്സ് എയർലൈൻസ് ഒക്കെ ഹ്യൂജ് റവന്യൂസ് ഉണ്ട്, എല്ലാവർക്കും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്രോഫിറ്റ് മാർജിൻ ഇസ് തിൻ, 1%, 1.5%. ഇപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് നിൽക്കാൻ പറ്റുമോ? അതിൽ ഐ വോണ്ട് ടു ആഡ് സംതിങ് എൽസ് ഇതിൽ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നു, ഫയർസ് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ പബ്ലിക്കിൻ്റെ ഡിമാൻഡ് ഫയർ കൂടുതലാണ്. ഇനി കുറയ്ക്കണം എന്നുള്ള ഡിമാൻഡ് ഔട്ട്ക്രൈ നിൽക്കുന്നു. അവരാവശ്യം എന്ന് വെച്ചാൽ ഫയർ കൂട്ടിയാൽ അത് ഫീസിബിൾ ആവുള്ളൂ, വയബിൾ ആവുള്ളൂ. ആ സമയത്ത് പബ്ലിക്കാണെങ്കിൽ ഇത് ഫയർസ് കൂടുതലാണ്, ഗവൺമെൻറ് അതിന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിക്ക് പ്രോഫിറ്റബിളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? എന്താണ്, വാട്ട് ഈസ് എയിലിംഗ് ദ ഇൻഡസ്ട്രി? Anything in the world can adversely affect aviation industry. പണ്ട് സാർസ് എന്ന് പറഞ്ഞിട്ട് അതെ, തുമ്മിക്കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് എയർലൈൻ ബിസിനസ്. അതുപോലെയായിരുന്നു കോവിഡ് വന്നപ്പോൾ ഓഫ് കോഴ്സ് നോട്ട് ഓൺലി എയർലൈൻസ്, ഈവൻ ദ എയർപോർട്ട്സ് വെയർ വെരി ബാഡ്ലി അഫക്റ്റഡ്. സോ എയർലൈൻ ബിസിനസ് ഈസ് എ ട്രിക്കി ബിസിനസ്. യു ഹാവ് ഹേർഡ് ഓഫ് വാറൻ ബഫറ്റ്. He has very many quotes about how airline industry, you should not invest in it. ഞാൻ ആ കോട്ട് കേട്ടിട്ടില്ല. എയർലൈൻ ഇൻഡസ്ട്രി There are quite a few of them. He is very interesting. Like he says, like Alcoholic Anonymous. He says, I am prepared to run consultancy service for this airline Anonymous. Those who want to invest, I will tell them not to invest. Well, it's true that airlines can lose money easily, and we have several examples in India. പണ്ട് ഈ ഇൻഡിപെൻഡൻസിന് തൊട്ട് മുമ്പ് ഇന്ത്യയിൽ the government had allowed licenses for running airlines very freely. And we had a large number of airlines at that time. They were mostly incurring losses, except Tata's airline. Tata has written, JRD, in one of his this thing, that Chela airline, they were selling tickets at second class train fare, whereas their cost was much higher than first class airfare, train fare.
So can you sell below cost? Yes, you can for some time. But if you keep selling below cost for a long time, you are bound to incur losses. Yeah. Good examples are Air Deccan, Air Sahara, and so on. And they not only suffered losses and sold out, they made others also lose money in India. For example, Indian Airlines, Jet Airways, and so on, other domestic airlines in India at that time, they had to copy what Air Deccan was doing because otherwise they won't get passengers. And then everybody started losing money. So do we need such a large number of airlines in a country like India in today's development? US has a large number of airlines, large number of airports, large number of air passengers. അവിടെയും പ്രോഫിറ്റബിൾ ആവുന്നുണ്ട് ഉണ്ട്. ഇപ്പോഴും പക്ഷെ വളരെ പ്രോഫിറ്റ് മാർജിൻ കുറവല്ലേ? After 9/11, people almost stopped flying. People were scared of flying because of 9/11. And airlines ran into serious financial difficulties. Many airplanes were kept stored in deserts and all that. But then the airlines decided, no, this won't do. And they came together and they decided to levy commercially viable fees for tickets and extras. ഈ എക്സ്ട്രാസിൻ്റെ കോൺസെപ്റ്റ് അന്നാണ് വന്നത്. സെക്കൻഡ് ബാഗ് യു പേ, തേർഡ് ബാഗ് യു പേ മോർ, larger bag you pay, and so on. And not only bag, seats you pay. If you want a seat, a particular seat, you pay for it, and so on.